1 വർഷവും 3 മാസത്തോളമായി ഈ അധ്യാപകനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പോക്സോ നിയമം ഒരു പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പോക്സോ കേസിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തി അധ്യാപകനെ തിരിച്ചെടുക്കണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിൻ്റെ വാർത്തയുടെ സ്വല്പഭാഗം നമ്മൾ കണ്ട ശേഷം വരാം. കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാജ പോക്സോ പരാതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകന് ഒടുവിൽ നീതി. PG സുധിയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന പരാതി വ്യാജമെന്ന് കണ്ടെത്തിയ പോലീസ് അധ്യാപകനെതിരെ ഗൂഢാലോചന നടത്തിയവരുടെ പേരിൽ കേസെടുത്തിരുന്നു. എന്നെ പോക്സോയിൽ ഉൾപ്പെടുത്തി എന്നെ ഒരു പോക്സോക്കാരനായി മാത്രം ചിത്രീകരിക്കപ്പെട്ടു. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്, ഞാൻ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലേക്ക് മാറി വരുമ്പോൾ എൻ്റെ സമൂഹം അറിയുന്നില്ല. ഈ അധ്യാപകനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിൻ്റെ അധ്യാപകനെതിരെ കൊടുത്ത പോക്സോ കേസ് എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞതാണ്. ഇന്ന് പോക്സോ കേസുകൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരിട്ടിയിലെ ഒരു സ്കൂളിൽ ഹസൻ മാസ്റ്ററെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ പലവരും കേട്ടിട്ടുണ്ടാകുക. തീർത്തും നിരപരാധിയായ ഒരു അധ്യാപകൻ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് കെട്ടിച്ചമച്ച പോക്സോ കേസിൻ്റെ പേരിൽ കണ്ണൂർ സബ് ജയിലിൽ 30 ദിവസത്തോളമാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഈ അധ്യാപകനുണ്ടായത്. 1 വർഷവും 3 മാസത്തോളമായി ഈ അധ്യാപകനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ പോക്സോ കേസുകൾ വ്യക്തിവൈരാഗ്യത്തിനും മറ്റും ദുരുപയോഗപ്പെടുത്തുന്നത് അത് വലിയൊരു അപകടത്തിലേക്കാണ് ചെന്നപ്പെടുന്നത്. ഒരാളുടെ പേരിൽ ഇത്തരം രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുടുംബങ്ങൾ വരെ സമൂഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ അടുത്ത് വരുന്ന കേസുകളൊക്കെ മിക്ക പോക്സോ കേസുകളും ഇത്തരം കാര്യങ്ങളിൽ, അതായത് വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനോ മറ്റോ ആണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞത്. അതാണ് വാർത്തകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ പോക്സോ നിയമം ഒരു പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമാണ്. അതായത് ഒരു കുട്ടി ഒരാളുടെ പേരിൽ പരാതി കൊടുക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ അറസ്റ്റ് പോലെയുള്ള നടപടിയിലേക്ക് നീങ്ങാതെ ആ പരാതി തീർത്തും സാധൂകരണമാണോ എന്നുള്ള രീതിയിൽ സമഗ്രമായ അന്വേഷണങ്ങൾ നടത്തുകയോ അതല്ലെങ്കിൽ ആ കുട്ടിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാകുന്ന തരത്തിലേക്കോ ഈ നിയമം പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരപരാധികളായ നിരവധി പേർ ഇതിൻ്റെ പേരിൽ ബലിയാറിൻ്റെ ഒരവസ്ഥയിലേക്കാണ് ചെന്നപ്പെടുക. അത് സ്വന്തം പിതാവിനെതിരെ പോലും ഈ രീതിയിലുള്ള വ്യാജ പരാതി കൊടുത്ത കേസുകൾ പോലും നമ്മുടെ നാട്ടുകളിൽ നടന്നിട്ടുണ്ട്. കുറ്റം ചെയ്യുന്നവരെ തീർച്ചയായിട്ടും മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടണം. കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം മറ്റോ നടത്തുന്ന ആൾക്കാർക്കെതിരെ ഇവിടെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് വ്യക്തിവൈരാഗ്യത്തിനും മറ്റും ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് ചെന്നെത്തുമ്പോൾ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പോക്സോ നിയമം പൊളിച്ചെഴുതേണ്ടത് അനിവാര്യമായ ഒരു രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.